ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം ഷഷ്ഠസ്കന്ധം അഷ്ടമോധ്യായഃ. എട്ടാമത്തെ അധ്യായത്തിലാണ് നാരായണ കവച മന്ത്രോപദേശം. വിശ്വരൂപൻ ഇന്ദ്രന് നാരായണ കവചം എന്ന മന്ത്രം ഉപദേശിക്കുന്നതും ഇന്ദ്രൻ അതിനാൽ സുരക്ഷിതനായി അസുരന്മാരെ ജയിക്കുന്നതും ഈ എട്ടാം അധ്യായത്തിൽ പറയുന്നു. പരീക്ഷിത്ത് ചോദിക്കുകയാണ്. 1-2 ശ്ലോകങ്ങൾ ഒരുമിച്ച് വരുന്നു. യയാ ഗുപ്ത സഹസ്രാക്ഷ സവാഹാൻ റിപു സൈനികാൻ ക്രീഡന്നിവ വിനിർജിത്യ ത്രിലോക്യ ബുഭുജേ ശ്രിയം. 2 ഭഗവൻ തത് മമ ആഖ്യാഹി വർമ്മ നാരായണാത്മകം യഥാ ആതതായിനഃ ശത്രൂൻ യേന ഗുപ്തഃ അജയത് മൃധേ. സഹസ്രാക്ഷഃ ദേവേന്ദ്രൻ യയാ യാതൊരു വിദ്യയാൽ ഗുപ്തഃ രക്ഷിക്കപ്പെട്ട് ഗോപനം ചെയ്യപ്പെട്ട് സവാഹാൻ രഥം തുരകം തുടങ്ങിയ വാഹനയുക്തരായ റിപുസൈനികാൻ ശത്രുഭടന്മാരെ ക്രീഡൻ ഇവ ഒരു കളി എന്നതുപോലെ അത്രയും അനായാസമായി വിനിർജിത്യ തികച്ചും തോൽപ്പിച്ച് ത്രിലോക്യാഹ ശ്രിയം 3 ലോകത്തിൻ്റെയും ഐശ്വര്യം ബുഭുജേ അനുഭവിച്ചുവല്ലോ. ഹേ ഭഗവൻ, അല്ലയോ ഋഷേ, നാരായണാത്മകം ശ്രീനാരായണ സ്വരൂപമായ തത് വർമ്മ, വർമ്മ എന്നാൽ കവചം, ആ കവചത്തെ മമ ആഖ്യാഹി എനിക്ക് ഉപദേശിച്ചു തരണം. യേന ഗുപ്തഃ യാതൊന്നിനാൽ ഗോപനം ചെയ്യപ്പെട്ട സംരക്ഷിക്കപ്പെട്ട ഇന്ദ്രൻ യഥാ യാതൊരു പ്രകാരത്തിലാണ് ആതതായിനഃ ആയുധധാരികളായ ശത്രുക്കളെ മൃധേ യുദ്ധത്തിൽ അജയത് ജയിച്ചത്. നാരായണ കവച മന്ത്രോപദേശത്തിനുള്ള ഒരു ആമുഖമാണ് ഇപ്പോൾ. ആമുഖമായിട്ടുള്ള ഒരു ചോദ്യമാണ് പരീക്ഷിത്ത് ചോദിച്ചിരിക്കുന്നത്. എനിക്കതറിയാൻ താല്പര്യമുണ്ട്. 3-ാമത്തെ ശ്ലോകം. വൃതഃ പുരോഹിതഃ ത്വാശ്രഃ മഹേന്ദ്രായ അനുപൃച്ഛതേ നാരായണാഖ്യം വർമ്മ ആഹ തത് ഇഹ ഏകമനാഹ ശൃണു. പുരോഹിതഃ പുരോഹിതനായി വൃതഃ സ്വീകരിക്കപ്പെട്ട ത്വാശ്രഃ ത്വഷ്ടാവിന്റെ മകനായ വിശ്വരൂപൻ അനുപൃച്ഛതേ അനുസരണയോടെ ചോദിച്ചു നിൽക്കുന്ന മഹേന്ദ്രായ ദേവേന്ദ്രനു വേണ്ടി നാരായണാഖ്യം നാരായണ സപ്ഞകമായ വർമ്മ ആ കവചത്തെ ആഹ ഉപദേശിച്ചു. തത് ഇപ്പോൾ ഞാനത് നിനക്കായി പറഞ്ഞു തരാം. പരീക്ഷത്തിനോട് പറയുന്നു. അത് ഏകമനാഹ ഏകാഗ്രചിത്തനായി ശൃണു കേട്ട് ധരിച്ചാലും, ഭഗവാനിൽ ഉറച്ച മനസ്സോടെ ഈ നാരായണ കവചത്തെ കേട്ട് ധരിച്ചാലും. ഈ നാരായണ കവചം ജപിക്കുന്നതിന് ഒരു ചിട്ടയുണ്ട്. ആ ചിട്ടയാണ് ആദ്യം പറയുന്നത്. 4, 5, 6 ശ്ലോകങ്ങളിലായിട്ട് വിശ്വരൂപൻ പറഞ്ഞു കൊടുക്കുന്നു. ധൗത അംഘ്രിപാണിഹി ആചമ്യ സ പവിത്ര ഉദങ്മുഖഃ കൃതസ്വ അംഗകരന്യാസോ മന്ത്രാഭ്യാം വാക്യതഃ ശുചിഃ. 5 നാരായണമയം വർമ്മ സന്നഹേത ഭയ ആഗതേ പാദയോഹോ ജാനുനോഹോ ഉറുവോഹോ ഉദരേ ഹൃദി യഥാ ഉരസി. 6 മുഖേ ശിരസി അനുപൂർവ്യാത് ഓംകാരാദീനി വിന്യസേത് ഓം നമോ നാരായണായ ഇതി വിപര്യം അഥാപി വാ. അപ്പോൾ ഭയത്തിൽ നിന്ന് രക്ഷ നേടാനാണ് നാരായണ കവചം ജപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഭയേ ആഗതേ ഭയം നേരിടുന്ന സന്ദർഭത്തിൽ നമ്മൾ ആദ്യം സ്വസ്ഥമായിട്ടിരിക്കണം.
ഭയം ഉണ്ടാകുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്തും ഭഗവാനിൽ സമർപ്പിക്കുന്ന ഒരാൾക്ക് അത് സാധ്യമാണ്. അതുകൊണ്ട് ഭഗവാൻ നോക്കിക്കൊള്ളും, എന്നാലും എൻ്റെതായ രീതിയിൽ ഒരു കവചധാരണം നടത്തണം എന്ന ചിന്തയോടുകൂടി ആദ്യം തന്നെ ധൗത അംഘ്രിപാണിഹി, ധൗതം എന്നാൽ ശുദ്ധി വരുത്തുക, അംഘ്രിപാണിഹി കൈയും മുഖവും കാലുമൊക്കെ കഴുകി വൃത്തിയാക്കി ആചമിച്ചിട്ട് ആകെ ശുദ്ധി വരുത്തി സപവിത്രഹ പവിത്രമായിട്ട് ഇരുന്ന്, മനസ്സിൽ ആ സമയത്ത് അനാവശ്യ ചിന്തകളൊന്നും പാടില്ല. അങ്ങനെ ഉദങ്മുഖ വടക്ക് നോക്കിയിരുന്ന് മന്ത്രാഭ്യാം അഷ്ടാക്ഷരം ദ്വാദശാക്ഷരം എന്നീ 2 മന്ത്രങ്ങൾ കൊണ്ട്, അഷ്ടാക്ഷര മന്ത്രം ഓം നമോ നാരായണായ, ദ്വാദശാക്ഷര മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ 2 മന്ത്രങ്ങളെ കൊണ്ട് പൂർണ്ണ ഫലം ലഭിക്കാനായിട്ട് കൃത സ്വ അംഗ കരന്യാസ, അംഗന്യാസവും കരന്യാസവും ചെയ്യണം എന്നാണ്. അതായത് ഈ മന്ത്രത്തിലെ അക്ഷരങ്ങളെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് അവിടെ സമർപ്പിക്കുന്ന രീതിയിൽ അവിടെ തൊട്ടുകൊണ്ട്, അതായത് ആദ്യം മൂർധാവിൽ തൊട്ടിട്ട് ന, ഇങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് മ ന ര യ ന യ ഇങ്ങനെ തൊട്ട് അവിടെ വെക്കുക, സമർപ്പിക്കുകയാണ്. ഓരോ അക്ഷരവും ഭഗവാനാണ് എന്ന ഭാവത്തിൽ സമർപ്പിക്കുന്നതിനെയാണ് ന്യാസം ചെയ്യുക എന്ന് പറയുന്നത്. ഈ ന്യാസം ചെയ്യുന്നത് ഞാൻ യൂട്യൂബിൽ മുൻപേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി എങ്ങനെയാണ് അംഗന്യാസം ചെയ്യേണ്ടത്, കരന്യാസം ചെയ്യേണ്ടത്. അതിനൊരു മുദ്രയൊക്കെ ഉണ്ട്. അങ്ങനെ വെച്ചിട്ടാണ് ഈ ന്യാസം ചെയ്യുന്നത്. ഇനി നേരിട്ട് ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റിയാൽ വളരെ ഉത്തമം. അതാണ് ഏറ്റവും നല്ലത്, ന്യാസം ചെയ്യാൻ നേരിട്ടൊരു ഗുരുവിൽ നിന്ന് പഠിക്കുക. ഇനി ന്യാസം പോലെ തന്നെ വളരെ പ്രധാനമാണ് വാക് യതഃ, വാക്കൊതുക്കം പാലിക്കുക, ഒരു തരത്തിൽ മൗനവ്രതം. അത് ചെയ്ത് കഴിയുന്നതുവരെ നിശബ്ദമായിട്ട്, അതായത് ഈ മന്ത്രജപം അല്ലാതെ മറ്റൊന്നും മനസ്സിൽ പോലും വരരുത് എന്നാണ്. അത്ര ശ്രദ്ധയോടെ ചെയ്യണം. ശുചിഹി, ബാഹ്യ ആഭ്യന്തര ശുദ്ധിയുള്ളവനുമായി ഭവിച്ചിട്ട് നാരായണമയം വർമ്മ, നാരായണാത്മകമായ രക്ഷാകവചത്തെ സന്നഹേത്, ആ കവചത്തെ ധരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പടച്ചട്ട എങ്ങനെയാണോ ഒരു യോദ്ധാവ് എടുത്തണിയുന്നത്, ഇതേപോലെ നമ്മൾ ധരിക്കുകയാണ് ചെയ്യുന്നത്. ഓം നമോ നാരായണായ ഇതി, ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രത്തിലെ ഓംകാരാദീനി, ഓംകാരപൂർവകങ്ങളായ അക്ഷരങ്ങളെ അനുപൂർവ്യാത്, അനുക്രമമായിട്ട്, അതായത് ന മ ന ര യ ന യ, നമോ നാരായണായ, ഇങ്ങനെ ആദ്യം നമുക്ക് വേണമെങ്കിൽ പാദത്തിൽ നിന്ന് തുടങ്ങാം. അതാണ് പാദയോഹോ, ആദ്യം പാദത്തിൽ വെക്കുക ഒരക്ഷരം. പിന്നെ ജാനുനോഹോ കാൽമുട്ടുകളിൽ, ഉർവോഹോ തുടകളിൽ, ഉദരേ ഉദരത്തിൽ, ഹൃദി ഹൃദയത്തിൽ, ഉരസി മാറിടത്തിൽ, മുഖേ മുഖത്ത്, പിന്നെ ശിരസി ശിരസിലും, വിന്യസേത് അവിടെ നമ്മുടെ കൈകൊണ്ട് അവിടെ സമർപ്പിക്കുന്നത് പോലെ വെക്കണം. അഥാപി വേണമെങ്കിൽ വിപര്യം വാ, നേരെ തിരിച്ചും, ആദ്യം ശിരസിൽ പിന്നെ മുഖത്ത്, ഈ പറഞ്ഞ ആ ക്രമത്തെ നേരെ തിരിച്ചും അങ്ങനെയും നമുക്ക് ന്യസിക്കാം. അപ്പോൾ ആദ്യം ഈ ന്യാസം പഠിക്കുക എന്നത് വളരെ പ്രധാനമാണ്. എന്ന് വെച്ച് ന്യസിക്കാതെ ചൊല്ലാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ ചൊല്ലാം, പക്ഷെ പൂർണ്ണ ഫലം ലഭിക്കാനാണ് ന്യാസവും കൂടെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ഇത് നാരായണ കവചത്തിന് മാത്രമല്ല, ശരിക്കും ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ചൊല്ലുന്നതിന് മുൻപ് ഈ ന്യാസമുണ്ട്. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം കൊണ്ട് നമ്മുടെ ശരീരമാസകലം
ഭഗവാനെ ന്യസിച്ചു കഴിഞ്ഞിട്ട് ഇനി കൈകളിൽ വെച്ച് മാത്രം, വിരലുകൾ കൊണ്ട് മാത്രം ന്യസിക്കുന്നതാണ് കരന്യാസം. അത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷര മന്ത്രം ജപിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഇതും എങ്ങനെ ചെയ്യണമെന്ന് യൂട്യൂബിൽ ചില ആചാര്യന്മാർ പഠിപ്പിക്കുന്നുണ്ട്. 7ാമത്തെ ശ്ലോകം. കരന്യാസം തതഃ കുര്യാത് ദ്വാദശാക്ഷര വിദ്യയാ പ്രണവാദി യകാരാന്തം അങ്കുല്യ അങ്കുഷ്ഠപർവസു. തതഃ അതിനുശേഷം, അതായത് ശരീരമാസകലം ന്യാസം ചെയ്തതിന് ശേഷം, ദ്വാദശാക്ഷര വിദ്യയ, ദ്വാദശാക്ഷര മന്ത്രം കൊണ്ട് കരന്യാസം, കരന്യാസത്തെ കുര്യാത് ചെയ്യണം. അതും പ്രണവാദി യകാരാന്തം, ഓം എന്ന് തുടങ്ങി നമോ ഭഗവതേ വാസുദേവായ എന്ന യകാരാന്തം വരെ ഓരോ അക്ഷരത്തെയും അങ്കുല്യ അങ്കുഷ്ഠപർവസു, വിരലുകളിലും പെരുവിരലുകളുടെ മടക്കുകളിലും ന്യസിക്കണം. ഈ ദ്വാദശാക്ഷര മന്ത്രം 12 അക്ഷരമാണ്. അപ്പോൾ ആദ്യത്തെ ഓരോന്ന് പ്രണവത്തോടുകൂടി, അപ്പോൾ ഓം ന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വലത് കൈയിലെ പെരുവിരൽ കൊണ്ട് ചൂണ്ടുവിരലിലേക്ക് അതിനെ ന്യസിക്കുക. എന്നിട്ട് അടുത്ത വിരലിലേക്ക്, എല്ലാം ഈ അങ്കുഷ്ഠം കൊണ്ടാണ്. പെരുവിരൽ കൊണ്ട് ഓരോ വിരലിലും ഓം എന്ന് പറഞ്ഞുകൊണ്ട് ആ അക്ഷരത്തെ ന്യസിക്കുക. ഇങ്ങനെ അപ്പോൾ വലത് കൈയിൽ 4, ഇടത് കൈയിൽ ചെറുവിരൽ, അതായത് ഏറ്റവും ചെറിയ വിരലിൽ വെച്ച് ഇതേപോലെ തിരിച്ചും ആ ചൂണ്ടുവിരൽ വരെ, അങ്ങനെ 4 4 8, വീണ്ടും ഇപ്പുറത്ത് 12, 4 എണ്ണം ചെയ്യുക. ഇത് പറയുമ്പോൾ മനസ്സിലാകണം എന്നില്ല, അതൊന്ന് കണ്ട് നോക്കുക, യൂട്യൂബിൽ ഉണ്ടാകും. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞ് ഇനി ഓം വിഷ്ണവേ നമഃ എന്നതും ന്യസിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നു 8, 9, 10 ശ്ലോകങ്ങളിലായിട്ട്. ന്യസേത് ഹൃദയ ഓംകാരം വികാരം അനുമൂർധനി ഷകാരം തു ഭ്രുവോഃ മധ്യേ നകാരം ശിഖയാ ദിശേത്. 9 വേകാരം നേത്രയോഃ യുഞ്ജ്യാത് നകാരം സർവസന്ധിഷു മകാരം അസ്ത്രം ഉദ്ദിശ്യ മന്ത്രമൂർത്തിഃ ഭവേത് ബുധഃ. 10ാമത്തെ ശ്ലോകം. സവിസർഗം ഫടന്തം ച സർവദിക്ഷു വിനിർദിശേത് ഓം വിഷ്ണവേ നമ ഇതി. ഹൃദയത്തിൽ ഈ ഓം വിഷ്ണവേ നമഃ എന്നതിൻ്റെ ഹൃദയത്തിൽ ഓങ്കാരത്തെ വെക്കുക. അനുമൂർധനി ശിരസിൽ വിഷ്ണവേ എന്നതിൻ്റെ വികാരം, വി എന്ന അക്ഷരം. ഭ്രുവോഃ മധ്യേ ഭ്രൂമധ്യത്തിൽ ഷകാരം തു, ഷകാരത്തെയും ന്യസിക്കണം. ശിഖയോടുകൂടി, അതായത് ബ്രാഹ്മണരൊക്കെ പുറകിൽ മുടി അവിടെ കുടുമ കെട്ടുക എന്ന് പറയില്ലേ, ശിഖ, അതാണ് ശിഖയോടുകൂടി നകാരം ന എന്ന അക്ഷരത്തെ ദിശേത് ന്യസിക്കണം. നേത്രയോഹോ നേത്രങ്ങളിൽ വേകാരം, അതായത് വിഷ്ണവേ എന്നതിൻ്റെ വേ എന്ന അക്ഷരത്തെയും സർവസന്ധിഷു എല്ലാ സന്ധികളിലും നമഃ എന്നതിലെ നകാരം എന്ന അക്ഷരത്തെയും യുഞ്ജ്യാത് ന്യസിക്കുക. മഹ എന്ന മകാരത്തെ അസ്ത്രമന്ത്രമായി ഉദ്ദിശ്യ സങ്കൽപ്പിച്ച് സവിസർഗം വിസർഗത്തോടുകൂടി ഫടന്തം നമഃ ഫട്, അങ്ങനെ ഒരു അവസാനം കൊടുത്തിട്ട്, അതാണ് മഹ നമഃ അസ്ത്രായ ഫട്, ഇങ്ങനെയാണ് അത് ചൊല്ലി അവസാനിപ്പിക്കേണ്ടത്. സർവദിക്ഷു എല്ലാ ദിക്കുകളിലും വിനിർദിശേത് പ്രത്യേകം ന്യസിക്കണം. ഇതിനെയാണ് ദിഗ്ബന്ധ എന്ന് പറയുന്നത്. എല്ലാ ദിക്കുകളിലും ബന്ധിക്കുക, ന്യസിക്കുക. അപ്പോൾ ഇതൊരു ഉപാസകന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിരന്തരം നാരായണ കവചത്തെ ഉപാസിക്കുക. അതിന് ശരിക്കും ഒരു ഗുരുവിൽ നിന്ന് കേട്ട് പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് പഠിക്കണം എന്നാണ് ശരിക്കും ഈ രീതിയിൽ ഉപാസിക്കാൻ. അതുകൊണ്ട് തന്നെ ബുധഃ വിദ്വാനായ ഉപാസകൻ മന്ത്രമൂർത്തിഹി, അങ്ങനെ വരുമ്പോൾ മന്ത്രസ്വരൂപനായിട്ട് ഭവേത് ഭവിച്ചുകൊള്ളും. ഓം വിഷ്ണവേ നമഃ ഇതി, ഓം വിഷ്ണവേ നമഃ എന്ന മന്ത്രം കൊണ്ടുള്ള ന്യാസവിധിയാണ് ഇത്. അതായത് വെറുതെ നമുക്ക് കവചം ധരിക്കാം,
കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ഉപാസനാ വിധിയോടുകൂടെ ജപിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വേണം ചെയ്യാൻ. അപ്പോഴാണ് പൂർണ്ണ ഫലം കിട്ടുക. മാത്രമല്ല, ഒരു ഗുരുവിൽ നിന്ന് തന്നെ ഇത് കണ്ടു പഠിക്കണം എന്ന് പറയാൻ കാരണം അതിൽ വരാവുന്ന ബുദ്ധിമുട്ടുകളെയും ആ ഗുരുവിന് മാത്രമേ പറഞ്ഞ് തിരുത്തി തരാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ ചൊല്ലുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരുപക്ഷെ ഇത്രയും കാലം നാരായണ കവചം ഈ ഒരു വിധിപ്രകാരം അല്ലാതെ ചൊല്ലിയവർക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നിയേക്കാം. ഞങ്ങൾക്കിതറിയില്ലായിരുന്നു, ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല ചൊല്ലിയത്, വെറുതെ നാരായണ കവചം ജപിക്കുകയായിരുന്നു. അതിലൊന്നും വിഷമിക്കേണ്ടതില്ല. കാരണം നാമം മാത്രം ചൊല്ലിയാൽ അത് തന്നെ ഗൃഹസ്ഥരായവർക്ക് ശ്രേഷ്ഠമാണ് എന്ന് അജാമിളന്റെ കഥയിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നു. ഇത് ഒരു ഉപാസകന് വേണ്ടിയിട്ടുള്ള വിധിയാണ് പറഞ്ഞത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഓരോരുത്തരും അവനവന്റെ പരിമിതിക്കുള്ളിൽ വെച്ച് അവനവൻ എന്താവശ്യമാണോ ആ ഫോൺ കൊണ്ട് വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം മനസ്സിലാക്കി ഉപയോഗിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അതേസമയം മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ, സാങ്കേതിക വശങ്ങൾ, അതിനെന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളുകളും ഉണ്ട്. അങ്ങനെയുള്ളവരാണ് പൊതുവെ മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പിലൊക്കെ ഉണ്ടാവുക. എന്ന് വെച്ച് സാധാരണ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊന്നും ആരും പറയില്ലല്ലോ. നമ്മൾ എത്രത്തോളം ഫീച്ചേഴ്സ് പഠിച്ചിരിക്കുന്നുവോ അത്രത്തോളം കാര്യമേ നമുക്ക് മൊബൈൽ ഫോൺ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നേ ഉള്ളൂ. പക്ഷേ അതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. അതിൽ എക്സ്പേർട്ട് ആവുന്ന ആളുകളെ പോലെയാണ് ഇത്തരത്തിൽ വിധിപ്രകാരം ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉപാസിക്കുന്നത്. അപ്പോൾ ഉപാസനാ രീതിയിൽ നാരായണ കവചത്തെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗുരുവിൽ നിന്ന്, അതും ഈ ന്യാസവിധിയൊക്കെ അറിയുന്ന ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിക്കണം. കാരണം ഇങ്ങനെയുള്ള കവചങ്ങൾ ആ ഉപാസനാ വിധിയോടുകൂടെ ചൊല്ലുമ്പോൾ ശരിക്കും അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ പല മാറ്റങ്ങളും വരുത്തുന്നതാണ്. അത് ചില സമയത്തൊക്കെ അസുഖമായിട്ടൊക്കെയാണ് ചിലത് വരിക എന്ന് കേട്ടിട്ടുണ്ട്. ഇത് പേടിപ്പിക്കാൻ പറയുന്നതല്ല. അതുകൊണ്ടാണ് ഗുരുവിൽ നിന്ന് ഉപദേശം കിട്ടണം എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും ഓർക്കുക, വെറുതെ ഒരു നാമജപം പോലെ ഇത് ജപിക്കാനാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അതിൻ്റെ വിധിയൊന്നും ഒരു വിഷയമാക്കേണ്ടതില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നാമജപ രൂപത്തിൽ നാരായണ കവചം മാത്രം ധ്യാനിക്കാം, അല്ലെങ്കിൽ അത് ചൊല്ലാം. അപ്പോൾ അത് ഏതുപോലെയാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഫലം നമുക്ക് കിട്ടും. ആ ഫലമേ കിട്ടുള്ളൂ എന്ന് മാത്രം മനസ്സിലാക്കുക. അതേസമയം വലിയ വലിയ ആസുരിക ശക്തികളെയൊക്കെ നമുക്ക് നശിപ്പിക്കാനാണ് ഈ നാരായണ കവചം. അങ്ങനെ ഒരു പടച്ചട്ടയായിട്ട് അണിയാനാണ് നാരായണ കവചമെങ്കിൽ ഇപ്പോൾ വിശ്വരൂപൻ പറഞ്ഞു കൊടുത്തതുപോലെയുള്ള വിധിപ്രകാരം ഒരു ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിച്ചെടുത്ത് ചൊല്ലണം. അതിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ ആ ഗുരു പറയുന്നതനുസരിച്ച് മന്ത്രജപത്തിലും നമ്മുടെ ജീവിത ശൈലിയിലും ഒക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് എല്ലാ കവചങ്ങൾക്കും എല്ലാ സ്തോത്രങ്ങൾക്കും ബാധകമാണ്. അപ്പം നമ്മൾ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ എങ്ങനെയാണോ സാധാരണ ഒരു നാമം ചൊല്ലുന്ന ആ ഒരു രീതിയെ ചൊല്ലുന്നത്, അതുപോലെ ഈ നാരായണ കവചവും ചൊല്ലാം. എന്നാൽ ഇതിൻ്റെ ഉപാസന വിധിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി 11ാമത്തെ ശ്ലോകം. ആത്മാനം പരമം ധ്യായേത് ധ്യേയം ഷഡ്ശക്തിഭിഃ യുതം വിദ്യാ തേജഃ തപോമൂർത്തിം ഇമം മന്ത്രം ഉദാഹരേത്.
അപ്പോൾ ഈ വിധിയൊക്കെ ചെയ്തു കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഒരിടത്തിരുന്ന് ഷഡ്ശക്തിഭിഹി ഐശ്വര്യാദി ഷഡ്ഗുണങ്ങളോടുകൂടി ധ്യേയം ധ്യാനയോഗ്യനായിരിക്കുന്ന പരമം ആത്മാനം ആ പരമാത്മാവിനെ ധ്യാനിച്ചുകൊള്ളണം. വിദ്യാ തേജ തപോമൂർത്തിം വിദ്യാ തേജസ് തപസ് എന്നിവ രൂപം കൊണ്ടതായ ഇമം മന്ത്രം ഈ നാരായണ കവച മന്ത്രത്തെ ഉദാഹരേത് ജപിക്കുകയും വേണം. ഇത് ഒരു ഉപാസനയായിട്ട് സ്വീകരിക്കുന്നവർ പൂർണ്ണമായും വ്രതശുദ്ധിയോടുകൂടെ ആയിരിക്കണം ഇത് ചൊല്ലേണ്ടത്. ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണം, അത്രയും ചിട്ടയോടുകൂടെ ജപിക്കണം. അങ്ങനെ ഈ ന്യാസ ക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം സ്വസ്ഥമായിട്ടിരുന്ന് ഭഗവാനെ ഐശ്വര്യാദി ഷഡ്ഗുണങ്ങളോടുകൂടിയ ആ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുന്ന ഭാവത്തിൽ ഇരിക്കുന്നു എന്ന സങ്കല്പത്തോടുകൂടി ഈ നാരായണ കവചത്തെ ജപിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീനാരായണ കവച മഹാമന്ത്രം ഉപദേശിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ആമുഖം പറഞ്ഞു നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ് മുതൽ ആ മഹാമന്ത്രം മുഴുവനായിട്ട് അർത്ഥം പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുക്കാം. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.